Hi viewers, today we are going to start a new topic in organizational behavior, that is learning. A study on organizational behavior will remain incomplete without studying learning. Learning is a powerful incentive for many employees to stick to certain organizations. Learning has significant impact on individual behavior as it influences abilities, role perceptions and motivation. ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ. വളരെ ഇമ്പോർട്ടൻസ് ആണ് ലേണിങ്ങിന് ഓർഗനൈസേഷണൽ ബിഹേവിയറിലുള്ളത്. ചില എംപ്ലോയീസ് ചില ഓർഗനൈസേഷൻസിനെ പ്രിഫർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം തന്നെയും അവിടെ ലേണിംഗ് സാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലും എംപ്ലോയീസ് ലേണിംഗ് എന്ന ഫാക്ടറിനെ പ്രിഫർ ചെയ്യുന്നുണ്ട് മറ്റെന്തിനേക്കാട്ടിലും. അവർക്കൊരു ഓർഗനൈസേഷനിൽ നിന്നും എന്തെങ്കിലും ലേൺ ചെയ്യുവാനുണ്ടെങ്കിൽ, പഠിക്കുവാനുണ്ടെങ്കിൽ അവർ ആ ഓർഗനൈസേഷൻ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കും. അതുമാത്രവുമല്ല, എംപ്ലോയീസിൻ്റെ എബിലിറ്റീസ്, അവരുടെ പെർസെപ്ഷൻ, അവരുടെ മോട്ടിവേഷൻ, ഇതിനെയൊക്കെ സ്വാധീനിക്കുവാൻ ലേണിങ്ങിന് കഴിയും. അവരെങ്ങനെ ലേൺ ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് അവരുടെ എബിലിറ്റീസും അവരുടെ പെർസെപ്ഷനും അവരുടെ മോട്ടിവേഷനും. It is for this obvious reason that almost all complex behavior is learned. ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിലുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക എംപ്ലോയീസിൻ്റെ ബിഹേവിയർ അവിടുത്തെ മാനേജർ അറിഞ്ഞിരിക്കണം. പലതരത്തിലുള്ള സ്വഭാവമുള്ളവരാണ് ഒരു ഓർഗനൈസേഷനിലുള്ളത്. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ കോംപ്ലക്സ് ബിഹേവിയറും എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല ബിഹേവിയർ അറിയുക എന്ന് പറയുന്നത് തന്നെ. ആൾക്കാരുടെ ബിഹേവിയറും സിമ്പിളല്ല. ഓരോ ആൾക്കാർക്കും ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. അതാണ് ഈ കോംപ്ലക്സ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരേ രീതിയിലാണ് ഒരു വ്യക്തി ബിഹേവ് ചെയ്യുന്നത്, ഒരു വ്യക്തി പല രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ 1000 പേരുണ്ടെങ്കിൽ എത്ര രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇതെല്ലാം ലേൺ ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, അത് ഓബ്വിയസ് ആണ്, അത് വ്യക്തമാണ്. ദെൻ ഇഫ് എ മാനേജർ വാണ്ട്സ് ടു എക്സ്പ്ലെയിൻ ആൻഡ് പ്രെഡിക്റ്റ് ബിഹേവിയർ, the manager needs to understand how learning occurs or how people learn. അപ്പോൾ ആൾക്കാരെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിലും അവരുടെ ബിഹേവിയറിനെയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും അവരുടെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും മാനേജേഴ്സ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ആ എംപ്ലോയീസ് ലേൺ ചെയ്യുന്നത്, പിന്നെ പൊതുവെ എങ്ങനെയാണ് ആൾക്കാരിൽ ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് എന്ന് മാനേജർ അറിഞ്ഞെങ്കിൽ മാത്രമേ മാനേജർക്ക് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിലും കൂടാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ ലേണിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എങ്ങനെയാണ് ലേൺ ചെയ്യുന്നതെന്ന് അറിയുക വഴി മാനേജർക്ക് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുവാനും പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയുമെന്നാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിൽ ഒരു മാറ്റം വരുത്തുന്നതിനെയാണ് സിംപ്ലി ലേണിംഗ് എന്ന് പറയുന്നത്. According to Stephen P. Robbins, learning is any relatively permanent change in behavior that occurs as a result of experience. Stephen P. Robbins is a famous author in organizational behavior. ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ധാരാളം വർക്ക്സ്, ധാരാളം ടെക്സ്റ്റ് ബുക്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് സ്റ്റീഫൻ പി റോബിൻസ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള
ചില തിയറികളും ചില ഡെഫിനിഷൻസും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു സ്റ്റീഫൻ പി റോബിൻസ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എനി റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ഒരു വ്യക്തിയിലുണ്ടാകുന്ന താരതമ്യേന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലെ മാറ്റത്തിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ആ ബിഹേവിയറിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദാറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. ആ വ്യക്തിക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തിയുടെ ബിഹേവിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീഫൻ പി റോബിൻസിൻ്റെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിടുന്ന അനുഭവങ്ങളുടെ, ആ വ്യക്തിയിലേക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളുടെ ഫലമായിട്ട് ആ വ്യക്തിയിൽ സംഭവിക്കുന്ന താരതമ്യേന പെർമനൻ്റ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ ബിഹേവിയറിൻ്റെ മാറ്റത്തിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. Learning can be defined as a change in behavior acquired through experience. അപ്പോൾ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പീരിയൻസിലൂടെ, ഓരോരുത്തരും ആർജിക്കുന്ന എക്സ്പീരിയൻസിലൂടെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. Now let's see the components of learning. Following are the components. Learning involves change, may be good or bad. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ആ വ്യക്തി നേരിടുന്ന എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാകുന്നൊരു മാറ്റമാണ്. അപ്പോൾ ചിലപ്പോൾ ആ മാറ്റം നല്ലതാകാം, ചിലപ്പോൾ അത് മോശമാകാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, കേട്ടല്ലോ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയിൽ ഒരു മാറ്റം സംഭവിച്ചു. അത് ഓർഗനൈസേഷൻ്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ അത് മോശമായിരിക്കും. അതൊരു സിറ്റുവേഷനിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ വ്യക്തിയിലുണ്ടായ മാറ്റം എങ്ങനെയാണെന്ന്. നെക്സ്റ്റ്, ദ ചേഞ്ച് ഇൻ ബിഹേവിയർ മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി ലേൺ ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു മാറ്റമുണ്ടായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മാറ്റം താരതമ്യേന പെർമനൻ്റ് ആയിരിക്കണം. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ എന്തെങ്കിലും ലേണിംഗ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ താരതമ്യേന പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറ്റത്തിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. എ ടെമ്പററി ചേഞ്ച് ഇൻ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് ഫെറ്റിക് ഓർ ടെമ്പററി അഡാപ്റ്റേഷൻസ് ആർ നോട്ട് കൺസിഡേർഡ് ലേണിംഗ്. ഒരു ജോലി ചെയ്തൊരു വ്യക്തി ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡാകുകയാണ്. ടയേർഡായി കഴിയുമ്പോൾ അയാൾക്ക് ആ ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റമുണ്ടായി. നമുക്കതിനെ ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജോലിയിൽ ഒരു മുഷിപ്പ് ഉണ്ടായപ്പോൾ ഒരു വ്യക്തി വല്ലാതങ്ങ് മടുത്തൊരു ജോലി ചെയ്തു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെക്നോളജി ആയിരിക്കാം ആ ഒരു ജോലിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതി അവിടുത്തെ കുറച്ച് എംപ്ലോയീസിനങ്ങ് മടുപ്പ് തോന്നിയാണ്. അവർ ആ ടെക്നോളജി ഉപേക്ഷിച്ചിട്ട് മറ്റൊന്ന് സ്വീകരിക്കുകയാണ്. അതിനെയൊന്നും നമുക്ക് ലേണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. അത്തരം മാറ്റത്തിനെയൊന്നും നമുക്ക് ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് ആദ്യത്തെ കേസിൽ ഒരു ജോലി ചെയ്തങ്ങ് ടയേർഡായപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. അതിന് നമുക്ക് ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തതായിട്ട് ഒരു പർട്ടിക്കുലർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോലി ഇങ്ങനെ ചെയ്യവേ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ടൊരു മുഷിപ്പ് തോന്നിയതുകൊണ്ട് മറ്റൊരു ടെക്നോളജി ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മാറ്റം സംഭവിച്ചെങ്കിൽ അതിന് ലേണിംഗ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് അവരുടെ ആ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും ഉണ്ടായൊരു മാറ്റമാണ്. അതിനൊന്നും നമുക്കൊരിക്കലും ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. ലേണിംഗ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ബിഹേവിയർ. ഓൺലി ചേഞ്ച് ഇൻ ബിഹേവിയർ അക്യൂർഡ് ത്രൂ എക്സ്പീരിയൻസ് ഈസ് കൺസിഡേർഡ് ലേണിംഗ്. അടുത്ത ലേണിങ്ങിൻ്റെ കമ്പണൻ്റാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു വ്യക്തി ലേൺ ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബിഹേവിയറിൽ ആ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെയും therefore a change in individual's thought process or abilities if accompanied by no change in behavior would not be learning. അപ്പോൾ ഒരു വ്യക്തിയുടെ ചിന്തയിൽ, അതായത് തോട്ട് പ്രോസസ്സിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ, അതായത് മനോഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ വ്യക്തിയുടെ ബിഹേവിയറിൽ ഇതൊന്നും കാണാനില്ല. അതാണ് ഇഫ് നോ അക്കമ്പനീഡ് ബൈ എന്ന് പറഞ്ഞാൽ. ബിഹേവിയറിൽ ഇതൊന്നുമില്ല. ആ വ്യക്തിയുടെ ചിന്തയിലുണ്ടായ മാറ്റവും മനോഭാവത്തിലുണ്ടായ മാറ്റമൊന്നും ആ വ്യക്തിയുടെ ബിഹേവിയറിലില്ലെങ്കിൽ ആ വ്യക്തിക്ക് ലേണിംഗ് സംഭവിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. നെക്സ്റ്റ്, കമ്പോണൻറ്റ് ഓഫ് ലേണിംഗ്. സം ഫോം ഓഫ് എക്സ്പീരിയൻസ് ഈസ് നെസസറി ഫോർ ലേണിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ലേണിംഗ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റ് തന്നെയാണ്. ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആർജിക്കേണ്ടുന്നത്? എക്സ്പീരിയൻസ് മേ ബി അക്യൂർഡ് ഡയറക്ട്ലി ത്രൂ പ്രാക്ടീസ് ഓർ ഒബ്സർവേഷൻ ഓർ ഇൻഡയറക്ട്ലി ഓർ ത്രൂ റീഡിങ്. എക്സ്പീരിയൻസ് പ്രാക്ടീസിലൂടെ നമുക്ക് ആർജിക്കാം. ഇപ്പോൾ നിങ്ങൾ BBAക്ക് പല കോൺസെപ്റ്റുകൾ പഠിക്കുന്നു. ഏകദേശം മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഈ BBAയിൽ പഠിക്കും. പക്ഷെ നിങ്ങൾ അതിന് ശേഷം ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോഴായിരിക്കും അതിനെയൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ തന്നെ നിങ്ങൾ കുറേ കോൺസെപ്റ്റ്സ്, കുറേ സ്ട്രാറ്റജീസൊക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ മാർക്കറ്റിംഗ് ജോബ് ചെയ്യുമ്പോഴായിരിക്കും അതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ്ഡ് ആകുന്നത്. അപ്പോൾ അതുവഴി കുറച്ച് നിങ്ങൾ ലേൺ ചെയ്യും. ദെൻ ഒബ്സർവേഷൻ. ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുകയാണ്, അത് മുഖേനയും പഠിച്ചുകൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് അറിയില്ല, പക്ഷേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ അയാളെ നിരീക്ഷിക്കുകയാണ്, അയാൾ എങ്ങനെയാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെയാണ് ഏതൊരു ജോലിയും. അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള നോളജും കൂടെ വേണം കേട്ടോ. അതുണ്ടെങ്കിൽ ഒബ്സർവേഷനിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ലേൺ ചെയ്യാം. അടുത്തതായി ഇൻഡയറക്ട്ലി മീൻസ്, ഇപ്പോൾ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ആ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഒക്കെ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് നിങ്ങളവിടെ ലേൺ ചെയ്യുകയാണ്, അവരുടെ സ്റ്റോറീസൊക്കെ കേൾക്കുന്നതിലൂടെ, അവരുടെ എക്സ്പീരിയൻസസ് കേൾക്കുന്നതിലൂടെ. ദെൻ ത്രൂ റീഡിങ്, വായനയിലൂടെ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ സാധിക്കും. ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓർഗനൈസേഷൻസിൻ്റെ മാനേജേഴ്സിൻ്റെയൊക്കെ സക്സസ് സ്റ്റോറീസൊക്കെ ഉള്ള ധാരാളം പുസ്തകങ്ങൾ, അതൊക്കെ വായിക്കുക വഴിയും നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ സാധിക്കും. അടുത്തതായി, ലേണിംഗ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു അവർ സ്കൂളിംഗ് ഓൺലി, ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കുന്നത് മാത്രമല്ല. ലേണിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുണ്ടാകണം, അതൊരടിസ്ഥാനമാണ്. പക്ഷെ അത് മാത്രവുമല്ല, നമ്മളുടെ ജീവിതത്തിലുടനീളം നമ്മൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മളിലേക്ക് വരുന്ന എക്സ്പീരിയൻസസിൽ നിന്ന്. Assignment question: explain briefly the components of learning.